തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP ഭരണസമിതിക്ക് ഇന്ന് നിർണായകം. അയോഗ്യത തടയാൻ അവധി അപേക്ഷ നൽകി കൗൺസിലർ ആർ സുഗതൻ. നീക്കത്തെ ശക്തമായി പ്രതിരോധിക്കാൻ മുന്നിട്ടിറങ്ങി LDFും UDFും. അമൽ തേനമ്പറമ്പിൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അമൽ, ഗുഡ് മോർണിംഗ്. തിരുവനന്തപുരം നഗരസഭ ഏറെക്കാലത്തിന് ശേഷം നഗരസഭയിൽ തലസ്ഥാന നഗരത്തിൽ താമര വിരിയിച്ചു എന്ന അഭിമാനത്തോടെ പ്രവർത്തിക്കാൻ തുടങ്ങിയതാണ്. പക്ഷേ ചുവട് പിഴച്ചു പോകുന്നു. എന്താണ്, ഏതൊക്കെ തരത്തിലാണ് ഇന്നത്തെ ദിവസം നിർണായകമാവുക? തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായി കഴിഞ്ഞ കുറച്ച് നാളുകളായി ചർച്ച ചെയ്യുന്നത് ഈ സുഗതൻ്റെ അസാന്നിധ്യം തന്നെയാണ്. ഇന്നിപ്പോൾ വീണ്ടും കൗൺസിൽ യോഗം ചേരുകയാണ്. തുടർച്ചയായി 3 കൗൺസിൽ യോഗത്തിൽ പങ്കെടുത്തില്ല എങ്കിൽ ഒരു കൗൺസിലർ അയോഗ്യനാകുന്ന ഒരു പ്രശ്നമുണ്ട്. അങ്ങനെ വന്നാൽ സുഗതൻ ഇപ്പോൾ തുടർച്ചയായി 2ാമത്തെ കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കാതിരിക്കുന്നു. ഈ അയോഗ്യതാ പ്രശ്നം മുന്നിൽ നിൽക്കുമ്പോൾ തന്നെ സുഗതൻ ഒരു അവധി അപേക്ഷ നൽകിയിട്ടുണ്ട്. അവധി അപേക്ഷ ഇന്ന് മേയറുടെ മുൻപാകെ എത്തുന്നുണ്ട്. അതിന്ന് കോർപ്പറേഷൻ കൗൺസിലിൽ അവതരിപ്പിക്കും. അത് കൗൺസിൽ പാസ്സാക്കിയിട്ടുണ്ടെങ്കിൽ സുഗതന് വേണമെങ്കിൽ അവധി അനുവദിച്ച് നൽകാവുന്നതാണ്. പക്ഷേ പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം ചൂണ്ടിക്കാട്ടിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നം ചൂണ്ടിക്കാട്ടിയോ അല്ല അവധി അപേക്ഷ നൽകിയിരിക്കുന്നത്. ഈ ചെങ്കോട്ടുകുളം കൗൺസിലറായ സുഗതൻ്റെ അപേക്ഷ എന്ന് പറയുന്നത് കാപ്പ കേസിൽ ജയിലിലായതിനാൽ അവധി വേണം എന്നുള്ളതാണ്. കൗൺസിലിൽ പങ്കെടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ അവധി അപേക്ഷ എങ്ങനെ അംഗീകരിക്കും എന്നുള്ളതാണ്. കൗൺസിൽ എന്തായാലും കഴിഞ്ഞ ദിവസം കൗൺസിൽ ചേർന്നപ്പോൾ കണ്ടതിന് സമാനമായി തന്നെയുള്ള ബഹളവും ഒച്ചപ്പാടും എല്ലാം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും ശക്തമായ പ്രതിഷേധം ഉണ്ടാകും. പ്രത്യേകിച്ച് UDF ഈ അവധി അപേക്ഷ അംഗീകരിക്കരുത് എന്ന് കാട്ടിയുള്ള കത്ത് നൽകി കഴിഞ്ഞിരിക്കുന്നു. CPM ആണ് എങ്കിൽ ഒരു വിധത്തിലും നിയമപരമായി നിലനിൽക്കുന്നതല്ല ഈ അവധി അപേക്ഷ. അതിനാൽ തന്നെ നിയമപരമായി മുന്നോട്ട് പോകുമെന്നുള്ള കാര്യം SP ദീപക് അടക്കമുള്ള ആളുകൾ വ്യക്തമാക്കുകയും ചെയ്തതാണ്. അതിനാൽ തന്നെ കൗൺസിൽ യോഗത്തിൽ പ്രതിപക്ഷത്തിൻ്റെ ശക്തമായ പ്രതിഷേധം ഉണ്ടാകും. 2 മണിക്കാണ് കൗൺസിൽ യോഗം ചേരുന്നത്. ഈ അവധി അപേക്ഷ നിയമപരമാണ് എന്നുള്ളതാണ് BJP വാദിക്കുന്നത്. എന്തായാലും കൗൺസിൽ യോഗത്തിൽ എന്ത് നടക്കുമെന്നുള്ളത് അറിയാൻ കാത്തിരിക്കേണ്ടി വരും. ഈ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന പ്രതിഷേധം ഭരണപക്ഷം അംഗീകരിക്കാനുള്ള യാതൊരു സാധ്യതയും കാണുന്നില്ല. അവരുടെ ഭാഗത്തു നിന്നും തിരിച്ച് ഉള്ള പ്രതിരോധവും ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. അങ്ങനെ വരുമ്പോൾ സമീപ ദിവസങ്ങളിലെല്ലാം കണ്ടതുപോലെ തന്നെ വലിയ പ്രതിഷേധത്തിൽ കൗൺസിൽ യോഗം മുങ്ങാനുള്ള സാധ്യതയാണ് കാണുന്നത്. BJP അധികാരത്തിലെത്തിയതിനു ശേഷം വലിയ ഭൂരിപക്ഷമൊന്നുമില്ല, അങ്ങ് തട്ടിത്തടഞ്ഞ് കയറിപ്പോയതാണ്. അപ്പോൾ ഈ സുഗതൻ്റെ ഒരു അസാന്നിധ്യം കൂടി ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അത് ഭരണത്തെ ബാധിക്കുമോ എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം കൂടിയുണ്ട്. അതിനാൽ ഏത് വിധേനയും സുഗതൻ്റെ കൗൺസിലിലെ സാന്നിധ്യം, കൗൺസിലർ എന്നുള്ള നിലയിലുള്ള സാന്നിധ്യം ഉറപ്പാക്കുക എന്ന് BJPയെ സംബന്ധിച്ചും വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊന്നാണ്. മോദി, ശരി. വിവരങ്ങൾ നൽകിയത് അമൽ തേനമ്പറമ്പിലാണ്. വളരെ നിർണായകമായ ഒരു ദിവസമാണ്. എന്തുകൊണ്ടും അതിൻ്റെ വിശദാംശങ്ങളാണ് അമൽ നൽകിയത്.